ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. അതിൻ്റെ ക്ലച്ച് റേസിങ്, അതായത് വണ്ടി ക്ലച്ച് ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലച്ച് ഓവറായിട്ട് റേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ, ക്ലച്ച് ഡിസ്കും പ്ലേറ്റും നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ ക്ലച്ച് പോയി കിടന്ന് ഓടിയിട്ട് നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് ഡിസ്ക് കയറ്റിയിടുന്ന വീലുകളുടെ അവസ്ഥയാണത്. കാരണം ഞാൻ ശരിക്കും കുഴി വന്ന് ഇതായി പോയിരുന്നു. സാധാരണ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് നമുക്ക് ക്ലച്ച് ഡിസ്കും ഈ പ്ലേറ്റും മാത്രം മാറ്റിയാൽ മതി. ഇതിപ്പോൾ കൂട്ടത്തേക്കടെ ഈ 2 വീലും കൂടി മാറ്റിയാലാണ് അതിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലച്ച് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അരഞ്ഞൊരു കണ്ടീഷനിലേക്ക് മൊത്തം ഓയിൽ മിക്സ് ആയേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിടാം. പക്ഷേ എങ്കിൽ കൂടി ഈ ഓയിൽ പോയേക്കണ എല്ലാ ഭാഗത്തും ഇതേപോലെയുള്ള അഴുക്കുണ്ട്. കാരണം ഓയിൽ സർക്കുലേഷൻ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ എഞ്ചിൻ്റെ നമുക്ക് ഈ ഭാഗം മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇന്നർ കവറിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉള്ളിൽ തന്നെ മെയിൻ കേസിൻ്റെ ഉള്ളിലായാലും ഈ അഴുക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ എന്തെങ്കിലും മാറ്റണം, ഓയിൽ മാറ്റാം. അപ്പോൾ അടുത്ത ഓയിൽ ചേഞ്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ചെയ്യാം. സാധാരണ ഒരു 3000 കിലോമീറ്ററിലൊക്കെയാണ് മാറുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ ആ വലിയ അഴുക്ക് ഉള്ള കേസൊക്കെ നമുക്ക് അതിനകത്ത് ആ ഓയിലാണ് ചാടി പൊക്കോളും കേട്ടോ. ആ ഓയിലേക്കൂടെ കുറേയൊക്കെ പൊക്കോളും. കാരണം ഈ അഴുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കോസ്റ്റ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലച്ച് ഡിസ്ക് മാറണം, ക്ലച്ച് പ്ലേറ്റ് മാറണം, ഈ 2 വീല് മാറണം, ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്തിടാം. പിന്നെ നമുക്ക് കൂടെ അഴിക്കുന്ന സമയത്ത് ഗ്യാസ്കറ്റുകൾ മാറേണ്ടി വരും, കിക്കറിൻ്റെ ഓയിൽ സീല്, അതേപോലെ തന്നെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, അതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമ്മളത് അഴിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ക്ലച്ച് പ്ലേറ്റ് നമുക്ക് വരുമ്പോൾ 135 രൂപയാണ് ക്ലച്ച് പ്ലേറ്റ് നമുക്ക് വരാം. കമ്പനി പാർട്സ് ഇട്ടാൽ ഒറിജിനൽ പ്രൈസാണ്. അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്കിന് വരുമ്പോഴത്തേക്കും 392 രൂപയുണ്ട്. ക്ലച്ച് ഓവർ ഗ്യാസ്കറ്റ് 70 രൂപൻ്റെ, ഓയിൽ സീല്, അതേപോലെ തന്നെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, അതേപോലെ പിന്നെ നമുക്ക് ആ കവറുകളാണ് വരുന്നത്. ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിന് വരുന്നത് നമുക്ക് വരുന്നത് 310 രൂപയാണ്. അതേപോലെ തന്നെ പ്ലേറ്റ് ക്ലച്ച് പ്രഷർ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രഷർ എന്ന് പറഞ്ഞിട്ട് അതിന് 180 രൂപ വരുന്നുണ്ട്. ഇത്രയായിട്ടാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.